പ്രിയപ്പെട്ട മനാഫെ, മാപ്പ്. അർജുൻ്റെ കുടുംബം നിങ്ങളുടെ മേലിൽ ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ കേരള പൊതുസമൂഹത്തിന് നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ അറിവില്ലായ്മയും വിവരക്കേടും കൊണ്ട് എഴുതി തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റ് വായിക്കുന്നത് പോലെ ആരുടെയോ പ്രേരണ മൂലം അവരുടെ കുടുംബം ചെയ്തു കൂട്ടുന്ന ഈ ഒരു കാര്യം അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഗംഗാവലിപ്പുഴയുടെ തീരത്ത് 72 ദിവസങ്ങളോളം നിങ്ങൾ തങ്ങിയത് നിങ്ങളുടെ രക്തബന്ധുവിന് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് രക്തബന്ധുവിനെ പോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരന് തുല്യം സ്നേഹിച്ചിരുന്ന നിങ്ങൾ തൻ്റെ തൊഴിലാളിയെ ആ ഗണത്തിൽ പോലും പെടുത്താത്ത അതിലും ഉപരി സ്നേഹത്തോടു കൂടി നിങ്ങൾ വിളിച്ച അർജുനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ ആ ലോറി കിട്ടണമെന്ന് പോലുമില്ല നിങ്ങൾക്ക്. എന്നിട്ടും ഒരുപാട് വേദനകൾ നിങ്ങൾ സഹിച്ചു. കാറ്റും മഴയും എല്ലാം സഹിച്ചുകൊണ്ട് നിങ്ങൾ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് വേദനിക്കുന്ന മനസ്സുമായി കൊണ്ട് നിങ്ങൾ കഴിഞ്ഞപ്പോൾ അധികാരികളിൽ നിന്നും അതേപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങളെ വേദനിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെ കൊലയാളി എന്ന് വിളിച്ച ആളുകളുണ്ട്. അവരെ കൊണ്ടൊക്കെ നിങ്ങൾ തിരുത്തി പറയിപ്പിക്കേണ്ടതെന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഏതെങ്കിലും പത്രപ്രവർത്തകന്മാരോ യൂട്യൂബർമാരോ വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കുക എന്നുള്ള സാധാരണ മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ്. അത് മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ സത്യസന്ധയും സ്നേഹവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാം തുറന്നു പറയുന്നത്. എന്നിട്ടും ആ കുടുംബം നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. ആ അർജുൻ്റെ സഹോദരി നിങ്ങളുടെ പേര് വിട്ടുപോയപ്പോഴും നിങ്ങളുടെ വാക്കിൽ നിന്ന് വന്നത് അത് എൻ്റെ കുടുംബമാണ്, അവർക്കങ്ങനെ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനൊരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്. നിങ്ങളുടെ മക്കളെപ്പോലെ അർജുൻ്റെ ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലായിരുന്നില്ല. ആ മനുഷ്യ സ്നേഹത്തിൻ്റെ ആ വാക്കുകളായിരുന്നു നിങ്ങളിൽ നിന്ന് വന്നത്. അതൊക്കെ ഈ കുടുംബം ഏതർത്ഥത്തിലാണ് എടുത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ഈ അർജുനെ വെച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സമയവും ഒക്കെ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടും നിങ്ങളുടെ മേൽ ആരോപിക്കുന്ന ആരോപണങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ തറക്കുകയാണ്. എന്തെങ്കിലും ഒരു രൂപ ഇതിനു വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാനാഞ്ചിറ മൈതാനയിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊള്ളാം, നിങ്ങൾ കല്ലെറിഞ്ഞുകൊള്ളൂ എന്നുള്ള വാക്കുകൾ ഏതൊരു മലയാളിയുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനാഫെ, നിങ്ങൾക്ക് മാപ്പ്. യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് വാനോളം പുകഴ്ത്തിയപ്പോഴും നമ്മളാരും നിങ്ങളെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ ടിക്ടോക്കിലോ സോഷ്യൽ മീഡിയയിലോ വന്നിട്ടില്ല. കാരണം അത്രയധികം ആളുകൾ നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പാടുകയാണ്. പക്ഷേ ഇപ്പോൾ പ്രതികരണ ശേഷിയുള്ള ഒരു മലയാളി എന്നുള്ള നിലക്ക് ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു മലയാളി ആവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം, നിങ്ങളുടെ നന്മയുള്ള മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് മാത്രം ഇത് പ്രതികരിച്ചു പോയതാണ്. അവർ ആരോപിച്ച ആരോപണങ്ങൾ സത്യസന്ധതയുണ്ടെങ്കിൽ അവർ മാപ്പ് പറയുകയാണ് വേണ്ടത്. കാരണം അതിൽ വസ്തുതയില്ല എന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇതിനു വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള കളികൾ കളിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കണ്ടറിയുക തന്നെ വേണം.